ഭൂട്ടാൻ കടന്നെത്തുന്ന വാഹനങ്ങൾ കേരളത്തിലും പലരിലും ഉപയോഗിക്കുന്നു എന്ന വാഹന കള്ളക്കടത്ത് എന്ന സംബന്ധിയായ വാർത്തകൾ നിറയുകയാണ്. മലയാള ചലച്ചിത്ര മേഖലയിലെ പല പ്രമുഖരും ഇത്തരം വാഹനങ്ങൾ സ്വന്തമാക്കുന്നു എന്നതെല്ലാം തന്നെ പറയുന്നു. പലർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. നമുക്കൊപ്പം നടൻ അമിത് ചക്കാലക്കൽ കൂടി ചേരുന്നു. അമിത്തിൻ്റെ പക്കൽ നിന്ന് 7 വാഹനങ്ങൾ നോട്ടീസ് നൽകിയെന്നെല്ലാം തന്നെയാണ് പറയുന്നത്. എന്തായാലും വാസ്തവം എൻ്റെ ഒരു വാഹനമാണ്. ആ വാഹനം ഞാൻ പേഴ്സണലി ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം ഞാൻ 5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ മുമ്പത്തെ ഓണേഴ്സും ഇത് 1999 രജിസ്റ്റർ ചെയ്ത വാഹനമാണ്. അപ്പോൾ ഇന്നലെ RT ഓഫീസർ വന്നപ്പോഴും അവരതിൻ്റെ രജിസ്ട്രേഷൻ വെരിഫൈ ചെയ്തു, ഷാസി നമ്പറിൽ എന്തെങ്കിലും ടാമ്പർ ചെയ്തെന്നുള്ള വെരിഫൈ ചെയ്തു, എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതെല്ലാം ജെന്യുവനാണ്. അപ്പോൾ ആ ഒരു വാഹനമാണ് എൻ്റെ കസ്റ്റഡിയിലുള്ളത്, എൻ്റെ വാഹനം. ബാക്കി ഇവിടെ കാണുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ ടെക്നിക്കൽ വർക്കിന് വേണ്ടി എൻ്റെ വീടിൻ്റെ അടുത്ത് ഗരാജിൽ വന്നതാണ്. അപ്പോൾ അത് എൻ്റെ കെയർ ഓഫിൽ വന്നതായതുകൊണ്ട് ഗരാജിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഗരാജ് ഓണർ പറഞ്ഞു ഇന്ന ആളുടെ കെയർ ഓഫിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ കെയർ ഓഫിൽ എന്നോട് ഈ പറയുന്ന വാഹനങ്ങളുടെ ഉടമയിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്, എൻ്റെ കെയർ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട്. അതൊന്നും എൻ്റെ വാഹനങ്ങളല്ല, ഒറ്റ വാഹനമേ ഉള്ളൂ. ആ വാഹനത്തിന്റെ ഡോക്യുമെന്റ്സ് ആണ് ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയെല്ലാം അതാത് ഓണേഴ്സാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നെ അറിയിച്ചു, അതിൽ തന്നെ 3ഓളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വാഹനങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ഇൻവോയ്സ് ഉള്ള വാഹനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇനി അതിൻ്റെ ഓണേഴ്സ് കൊണ്ടു ചെല്ലണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ കെയർ ഓഫ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ്ലി അവർ ചിന്തിക്കുകയെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കാനിട്ടേക്കാന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം, കാരണം അതിനെല്ലാം അതാത് ഓണേഴ്സ് ഉണ്ട്. അതിൽ ഇപ്പോൾ അമിത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത വാഹനങ്ങൾ അതിൻ്റെ ഡോക്യുമെന്റ്സും എല്ലാം തന്നെ ഈ 10 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. നമ്മൾ 10 ദിവസം സമയത്തിനുള്ളിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ തന്നെ 3ഓളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് വന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതിന് ആ ഷോറൂമിൽ നിന്നെല്ലാം എല്ലാം അതിൻ്റെ ഇൻവോയ്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും അതിൻ്റെ പ്രോബ്ലം ഇല്ല. അല്ലാത്ത വാഹനങ്ങൾ ഏകദേശം 99-ലും 2000-ലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ്. അപ്പോൾ ഇനി ആ രജിസ്ട്രേഷൻ യാതൊരുവിധ തട്ടിപ്പോടെ ചെയ്തല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം. അപ്പോൾ അത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അവർ വണ്ടി വിട്ടു തരുള്ളൂ. ഇതിനു മുമ്പ് ഇത്തരം പരിശോധന ഉണ്ടായി. കഴിഞ്ഞ നവംബറിൽ ഇതേ സെയിം ഓഫീസിൽ നിന്ന് ഇതേപോലെ പരിശോധന ഉണ്ടായിരുന്നു. അതിൽ ഈ ഒരു വാഹനത്തിൻ്റെയൊക്കെ അന്നേ നമ്മൾ സബ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ അന്ന് അവർ വെരിഫൈ ചെയ്തൊക്കെ നമ്മൾ വിട്ടാണ്. പക്ഷേ ഇപ്പം ഈ ഭൂട്ടാൻ വാഹനങ്ങളുടെ ഒരു കൂടുതൽ ഇതും പിന്നെ അങ്ങനത്തെ ഒരു ഓപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ വാഹനം ഇപ്പം എനിക്ക് എൻ്റെ മാത്രമല്ല ഒരു 10-30 സ്ഥലത്ത് ഇന്നലെ പരിശോധന നടന്നിട്ടുണ്ട്, ദുൽഖറിൻ്റെയും പൃഥ്വിയുടെയും ഇവരുടെ ഉൾപ്പെടെ. അപ്പോൾ ആ വാഹനങ്ങളുടെയൊക്കെ ജെനുവിനിറ്റി എന്താണെന്നുള്ളത് കാര്യം അവർക്കും അറിയണം, നമുക്കും നല്ലതാണ്. പക്ഷെ അതിന്റെ പുറത്ത് നമ്മൾ കുറച്ച് ഇനി ഓടേണ്ട വരും. അപ്പൊ ആ വലിയ കുരിശായി. ഇതിൽ നിങ്ങൾ നടന്മാര് ദുൽഖറിനടക്കം നോട്ടീസ്, അതോടെ പൃഥ്വിരാജിനടക്കം ഇത്തരം കാര്യങ്ങൾ പരിശോധന നടന്നു. ഈ വാഹനങ്ങളൊക്കെ അറിയാവുന്നതാണ്. എനിക്ക് ഇപ്പൊ ദുൽഖർ തന്നെ കുറെ വർഷങ്ങളായിട്ട് ആ വാഹനം ഉപയോഗിക്കുന്നതാണ്. അതിന്റെ പഴയ ഓണറിന്റെ അടുത്ത് തന്നെ ഏകദേശം വർഷങ്ങൾ മുമ്പോളം ഈ വാഹനം ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം വർഷങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉള്ളതിന് അതാത് ഓണേഴ്സിന്റെ അടുത്ത് തന്നെ പ്രൂഫുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇനി പ്രൊസീഡ് ചെയ്ത് പ്രൂവ് ചെയ്യണം. ഇപ്പൊ ഈ ഒരു 1 മാസം 2 വർഷം കൊണ്ട് വന്നല്ല എന്നുള്ളത്. അവരുടെ വാഹനങ്ങൾ എങ്ങനെയെങ്കിലും കരുതുന്നുണ്ടോ? ഭൂട്ടാൻ വാഹനങ്ങൾ കേരളത്തിലേക്ക് ഒരുപക്ഷെ ചിലരെങ്കിലും കടത്തുന്നുണ്ടാവും. പക്ഷേ ഈ സിനിമാ മേഖലയിലുള്ളവർ അവർക്ക് ഒരു ടേസ്റ്റ് ചെയ്ത രീതിയിലുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖറിൻ്റെ അടുത്തുള്ള വാഹനങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് പുള്ളിയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വർഷങ്ങളും പഴക്കം ആയിട്ട് വണ്ടികൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയ ആള്. അപ്പോൾ ആ അത്ര ഈ വക ഭൂട്ടാന്റെ പരിപാടികളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പേ വാങ്ങിയിട്ടേക്കുന്ന വാഹനങ്ങളാണ് ഇതെല്ലാം. ഇതിപ്പോൾ ഈ സമയത്ത് തുടങ്ങിയതാണ്. കാര്യം പണ്ട് 1999-ലോ 96-ലോ 97-ലൊന്നും ഇത്രയും ഡ്യൂട്ടി ഇല്ല. അപ്പോൾ ആൾക്കാർക്ക് ഇത് കൊണ്ടുവരാനും പ്രശ്നമില്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ സ്മഗിൾ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇതെല്ലാം വാസ് വെരി മച്ച് പോസിബിൾ. ഇതിപ്പി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈവൻ ഞങ്ങൾ ഓണേഴ്സിന്റെ ഗ്രൂപ്പിലെല്ലാം ടൊയോട്ട ഗ്രൂപ്പിലും എല്ലാം നമ്മൾ സംസാരിക്കാറുണ്ട്, ഇതൊക്കെ ഇപ്പോൾ ഉടന്നു വന്നാണ് ഇത്രയും വണ്ടികൾ ഈ ഒരു സമയത്ത്. അപ്പം നമ്മൾ ഇത്രയും വർഷമായിട്ട് കഷ്ടപ്പെട്ട് പണതൊക്കെ എടുക്കുമ്പോൾ ഇത് ഒരു പെട്ടെന്ന് വന്ന് ഒരു വണ്ടി വരുമ്പോൾ നമ്മളും ചിന്തിക്കാറുണ്ട് എടാ ഇത് എവിടെ നിന്നാന്നുള്ളത്. അപ്പം ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ സംസാരിക്കാറുണ്ട്. പിന്നെ എൻ്റെ പേജിലും ഇൻസ്റ്റാഗ്രാമിലും കുറേ ആൾക്കാർ മെൻഷൻ ചെയ്യും ഫോർ സെയിൽ ഗ്രൂപ്പുകളിലിടും. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് തന്നെ ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോർവേഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്യില്ല, സ്ഥലം വെക്കാണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊന്നും നമ്മൾ വാങ്ങുന്നതോ ഒന്നും അല്ല, ഇത് ആരുടെയൊക്കെയോ വാഹനങ്ങളാണത്. ഇത് പണിയാറുണ്ടോ നിങ്ങൾ? ഞാൻ ടെക്നിക്കൽ വർക്ക്സ് ചെയ്യാറുണ്ട്. കാര്യം അത് ഞാൻ എൻ്റെ തന്നെ വണ്ടികൾ പണിത് ഞാൻ പഠിച്ചതാണ്. അപ്പം ഞാനിത് ഈ മോശാവസ്ഥയിൽ ആയിട്ടുള്ള വണ്ടിയും കൊണ്ട് പണിത് മല കയറുന്നതും ഇത് ഓൾ ഇന്ത്യ ട്രിപ്പും ഒക്കെ പോകുന്ന കാണുമ്പോൾ ഫ്രണ്ട്സിനും അവരുടെ വണ്ടി റെഡിയാക്കണം തോന്നും. അപ്പോൾ എന്നോട് ചോദിക്കും. ഞാനത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഗരാജിൽ ഞാനത് അതിൻ്റെ വയറിങ്ങും പല കാര്യങ്ങളും ഇതെല്ലാം ബ്ലൂ പ്രിൻറ്റും ഓൺലൈനിൽ നിന്ന് പഠിച്ച് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം. ഒരാളുടെ ഭാഗത്ത് തെറ്റ് വരാൻ പാടില്ല.
അപ്പം അങ്ങനെയാണ് ഈ വണ്ടികൾ എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സും അവരുടെ കെയർ ഓഫ് ആൾക്കാരും എൻ്റെ അടുത്ത് വർക്കിന് വേണ്ടി കൊണ്ടുവന്നത്. കാര്യം ഒരു വർഷമായിട്ട് ഞാൻ ഷൂട്ടിംഗ് ഒന്നും ചെയ്തില്ല, എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് മൂക്കൊടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അത് രണ്ടാമത് പ്ലാന്റൊക്കെ ചെയ്ത് ഇതായത്. അപ്പം ഞാൻ ഈ ഒരു വർഷത്തിനെ ആക്റ്റീവായിട്ട് ഇങ്ങനെയാണ് സമയം കളഞ്ഞുകൊണ്ടിരുന്നത് വെച്ചത്. പക്ഷെ അതൊരു വലിയ ഒരു ചായപ്പോ സിനിമയില് നിങ്ങൾ ഒരു വണ്ടി ഭ്രാന്തന്മാരുടെ ഒരു കൂട്ടം അതിൻ്റെ ഒരു ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ എന്ത് വണ്ടിയുടെ കാര്യങ്ങളുടെ റിലേറ്റഡ് ആയാണെങ്കിലും ഫസ്റ്റ് എന്നോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. ഇപ്പൊ സിനിമാ നടന്മാരും മിക്ക ആൾക്കാർ എടാ ഇന്ന സാധനം ഇത് നല്ലതാണോ ഇന്ന നല്ലതാണോ. അപ്പൊ അത് നമ്മൾക്കും വലിയൊരു ഇഷ്ടമാണ്. ഇപ്പോൾ എന്താ പറയാ, കള്ളും കഞ്ചാവും ഒന്നും അല്ലല്ലോ, ഒരു വണ്ടീനോടുള്ള ആഗ്രഹം കൊണ്ട് ഈ പഴയ ഉള്ള അത് ചെയ്യുന്നതാണത്. ഇത് നമ്മൾ അറിഞ്ഞിട്ടുമില്ല ഇത് ഇങ്ങനെ ഒരു പ്രശ്നമാക്കാനാണോ ഇതെന്നുള്ള. ഇത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പണിത് മോഹിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് നമ്മുടെ എനിക്കത് ഒരു വണ്ടീനോട് ഇഷ്ടമുള്ള ആൾക്കേ ചിലപ്പോൾ അത് കണക്റ്റ് ആവുള്ളൂ. അപ്പം അതിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ഇനി എത്ര സമയം, എത്ര പൈസ, എത്ര നേരം ഇതിൻ്റെയൊക്കെ പുറകെ കളഞ്ഞിട്ടാണെന്നറിയോ. ഇത് നമ്മൾക്ക് വേറെ വെള്ളടിച്ച ഒന്നും ഒരു അനന്തമില്ല, ഇതാണൊരു ലഹരി. ഒറ്റ നിമിഷം കൊണ്ട് ഈ വാഹന കള്ളക്കടത്ത് അത് അങ്ങനെയൊക്കെ പറഞ്ഞ് പേര് പരാമർശിക്കപ്പെടുമ്പോൾ ഒരു സങ്കടമുണ്ട്. ഉറപ്പായിട്ടും ഇപ്പം എന്നെക്കാളും കൂടുതൽ ഇപ്പം എൻ്റെ വീട്ടിൽ മമ്മിക്കും അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഈ വണ്ടിയുടെ പുറകെ കിടന്ന് സമയം കളയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സ്ട്രെസ് ബേസ്റ്ററും കൂടിയാണ്. ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഒരു സാധനം വർക്ക് ചെയ്യുന്നില്ല, അത് ഓൺലൈനിലിരുന്ന് പഠിച്ച് ഇന്ത്യയിൽ ഇനി എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അതിനെ ഇത് ചെയ്യാന്ന് പറയുന്ന ചിന്ത പോകുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് സിനിമ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് ആക്സിഡൻറ്റ്. അപ്പോൾ നല്ല പ്രൊജക്ട്സിന് വേണ്ടി ഈ ഫ്രസ്ട്രേഷനൊക്കെ പലതും ഇങ്ങനെയാണ് തീർക്കുന്നത്. നേരെ മറിച്ച് പല ആൾക്കാരും അതിൻ്റെ ആ സമയം വെച്ച് കെട്ടുപിടിച്ച് ഒരു 2 പെഗ് അടിച്ചൊക്കെ തരും. എനിക്കിതാണ് ഒരു ക്രൈസ്, എന്തെങ്കിലും ഉണ്ടാക്കുന്നതും പുതിയ ഡൂ സംതിങ് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ ഓണറെ വിളിച്ചിട്ട് തിരിച്ച് പറയൂലേ അളിയാ കലക്കി. അതൊരു സിനിമ ഇറങ്ങിയിട്ട് അളിയാ സൂപ്പറായി എന്ന് പറയുന്നതിന് തുല്യമാണ് എനിക്ക് ഹൈ. അത് എൻ്റെ ഒരു ഹൈ ആണത്. എല്ലാ ആൾക്കാരും ചിലപ്പോൾ റിലേറ്റ് ആവണമെന്നില്ല. അപ്പം അത് നേരെ മറിച്ച് ഒരു കള്ളക്കടത്തുകാരനായി എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ അടിപൊളി. അതെ, ഏതായാലും ഇനി ഒരു കരുതലോടുകൂടിയുള്ള മുന്നോട്ട് പോകാനായിരിക്കും കാര്യത്തിലുണ്ടാവും. അല്ല ഇപ്പോൾ എന്തെങ്കിലും വർക്ക്സിന് വേണ്ടി വരുമ്പോഴായാലും നമ്മൾ RC ബുക്ക് ചോദിക്കും. പക്ഷെ ഇതിൻ്റെ വേറൊരു ടെക്നിക്കൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 6-7 ആൾക്കാർ കടന്നാണ് ഇവരൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് RC ബുക്ക് ഉണ്ടാവുള്ളൂ, ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ. പല ആൾക്കാരുടെ അടുത്തും പഴയ വർഷങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതെങ്ങനെ ഇതിനി സോർട്ട് ചെയ്യുമെന്നുള്ളതാണ് ഞാനും ചിന്തിക്കണത്. ഒന്നില്ലെങ്കിൽ 10-25 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാൻ തയ്യാറാവണം ഓഫീസേഴ്സ്, മീൻസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ പെടും. ജെന്യൂൻ വണ്ടിയും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ മുന്നാധാരം മറ്റേ ഇതൊക്കെ പറഞ്ഞ പോലെ നമ്മളത് കീപ്പ് ചെയ്യേണ്ട വരും. പക്ഷെ അതിനൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്ന് സപ്പോർട്ട് ചെയ്ത് MVD നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഒരുപാട് നമുക്ക് സമയവും ഈ പറഞ്ഞ പോലെ പ്രശ്നത്തിൽ നിന്നും ഒഴിവാകും. 100% ആത്മവിശ്വാസിക്കാരത്തിലുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. എന്തായാലും നടൻ അമിത് ചക്കാലക്കൽ വ്യക്തമാക്കുന്നു താനൊരു വാഹന കള്ളക്കടത്തുകാരനല്ല എന്ന് തന്നെ പറയുന്ന എല്ലാം നിയമാനുസൃതം രേഖകളുമായിട്ട് തന്നെയാണ് താൻ മുന്നോട്ട് പോകുന്നത്. വൈകാതെ കസ്റ്റംസിന് മുന്നിലും അത് തെളിയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, News 18 കൊച്ചി.